305 കുറ്റവാളി എന്നാ റിലീസാവുന്ന? നാളെയാണ് മാഡം. ഓക്കെ. ഈ ഫയലൊന്ന് റെഡിയാക്ക്. മാഡം, യെസ്. എനിക്ക് വീണ എന്ന് പറയുന്ന ഒരാളെ ഒന്ന് കാണണം. വീണയുമായി നിനക്കെന്താ ബന്ധം? ഷീസ് മൈ ഫ്രണ്ട് മാഡം. ഓക്കെ, അതിൽ സൈൻ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യ്. ആരാ നിങ്ങൾ? എന്തിനാ എന്നെ കാണാൻ വന്നേ? എൻ്റെ പേര് രുദ്ര. ഞാനും നിന്നെ പോലെയാ. ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടന്നു. നിനക്ക് വധശിക്ഷ വിധിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് നീ ഒരു ഹെൽപ്പ് ചെയ്യണം. ചെയ്യില്ലേ? എന്ത്? എൻ്റെ അച്ഛനെ കൊന്ന ഒരു ലേഡി ഈ ജയിലിലുണ്ട്. അവളെ കൊല്ലണം. ഞാനോ? ഞാനെന്തിനു കൊല്ലണം? അച്ഛാ, എനിക്ക് IPL സെലക്ഷൻ കിട്ടി. എനിക്ക് വളരെ സന്തോഷമായി മോനെ. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ കാറിനകത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ പോലീസ് ചെക്ക് പോസ്റ്റിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് എൻ്റെ വണ്ടിക്കകത്തുനിന്ന് സാധനം കിട്ടിയത്. ഞാൻ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലായത്. പിന്നെയും അവൾ എന്തോ ഡ്രഗ് കേസിൽ അകത്ത് വന്നിട്ടുണ്ടെന്ന്. വെളിയിൽ ഞാൻ എപ്പം മരിക്കുന്നു, എങ്ങനെ മരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അകത്തിരിക്കുന്ന അവളെ കൊല്ലാൻ എനിക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ അത് നീ മാത്രമാണ്. നിനക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം. പ്ലീസ്, എനിക്ക് വേണ്ടി നീ അവളെ കൊല്ലുവോ? നിന്റെ റിവെഞ്ചിന് വേണ്ടി നീ കൊല്ലാൻ പറയുന്നതിൽ അർത്ഥമുണ്ട്. എന്നാൽ പണമൊന്നും ആവശ്യമില്ല. നിന്നെ പോലെ എനിക്കും പുറത്ത് റിവെഞ്ച് ചെയ്യാനുണ്ട്. അത് നീ ചെയ്യണം. അത് നീ ചെയ്യാൻ എനിക്ക് വാക്ക് തന്നാ ഞാൻ നിന്റെ ശത്രുവിനെ കൊല്ലും. എന്താ നിന്റെ റിവെഞ്ച്? ഇന്ന് ഞങ്ങളുടെ ഫയലിൽ തനിക്ക് ഒപ്പിടാൻ പറ്റിയാൽ മര്യാദയ്ക്ക് വീട്ടിൽ ചെന്ന് കയറാം. ഈ റിവെഞ്ച് ഡീൽ നിനക്ക് ഓക്കെയാണോ? നാളെയാണ് നിന്നെ തൂക്കിലേറ്റുന്നത്. നിനക്ക് അവസാന ആഗ്രഹം വല്ലതും ഉണ്ടോ? എനിക്ക് രുദ്ര എന്ന ആളെ ഒന്ന് കാണണം. രുദ്ര, നിനക്ക് തന്ന വാക്ക് പോലെ നിന്റെ ശത്രുവിനെ ഞാൻ കൊന്നു. എന്റെ ശത്രുവിനെ കൊല്ലാൻ മാത്രം നീ മറക്കരുത്. ഇല്ല വീണ, നിനക്ക് തന്ന വാക്ക് ഞാൻ ഒരിക്കലും മറക്കില്ല. ഇന്ന് തൊട്ട് നിന്റെ ശത്രുക്കൾ എന്റെയും ശത്രുക്കളാ. ഇറ്റ്സ് മൈ പ്രോമിസ്. പൂക്കും നേരം കാലം കടന്നു പോകും. കണ്ണുകൾ ചിന്നി തുറക്കും നേരം എല്ലാം ശൂന്യമാകും. ഞാൻ പോകുന്ന പാതയിൽ എന്നും മുത്തുകൾ നിറയുന്നുവോ? ഈ കാലചക്രത്തിൽ പെട്ട് ഉടലും സമയമോ? நான் காணும் உடையுന്നു എൻ ഹൃദയം മനമുരുകും നിൻമുഖമേ സന്തോഷം. നിന്റെ പ്രതികാരം അവർ നടത്തി. ഇപ്പൊ അവരുടെ പ്രതികാരം നീ എടുക്കാൻ പോവാണോ? മനുഷ്യന്മാരെ തന്നെ കൊല്ലുന്നതിൽ എന്ത് ശരിയാ ഉള്ളത്? നിങ്ങളോട് അന്യായം ചെയ്തവര് രാക്ഷസന്മാർ തന്നെയാ. പക്ഷേ നിങ്ങളും അതേപോലെ രാക്ഷസന്മാരായി മനുഷ്യന്മാരെ കൊല്ലുന്നത്. അപ്പൊ ഞാൻ ചെയ്തല്ല തെറ്റാണെന്നാണ് പറയുന്നേ? 100% തെറ്റ് തന്നെയാണ്. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്നതിന് ഇവിടെ നീതി ന്യായമുണ്ട്. അത് നിയമം വഴി എന്തായാലും നീതി കിട്ടും. ഇങ്ങനെ കൊല്ലുന്നതൊന്നും ശരിയല്ല. എന്താടി നിയമം അത് ഇതെന്ന് പറഞ്ഞ് എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുന്നത്? എനിക്ക് നടന്ന കാര്യം നിനക്ക് നടന്നിരുന്നെങ്കിൽ നീയും ഇങ്ങനെ ചെയ്യുള്ളൂ. ഇതുപോലെ നീയും അവരെ കൊന്നുകളഞ്ഞേനെ. നീ ശരിയല്ല രുദ്ര. ഡേയ്, നീയാടി എനിക്ക് ശരിയില്ലാത്തത്. നീ ഇവിടുന്ന് പോടി. ശങ്കരേ,
എവിടെ പോയി കിടക്കടാ? ഇവിടെ വാടാ. ഏട്ടാ എന്താ പറ്റിയേട്ടാ? രുദ്ര എവിടെയാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ശരിയേട്ടാ. എന്നിട്ട് അവന്റെ കൈയും കാലും തല്ലി ഒടിച്ച് പിടിക്ക് കൊണ്ടുവരണം. ഇന്ന് അവന്റെ ചാവ് നമ്മൾ ഉറപ്പിക്കണം. ഡാ, നീ ആ ഭാഗത്ത് പോയി നോക്ക്. നീ ഈ ഭാഗത്തൂടെ പോടാ. വാ, ശരി. പ്രിയ, ഞാൻ പറയുന്നത് കേക്ക് പ്രിയ. പ്രിയ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നീ എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കണ്ട. എൻ്റെ ജീവിതം നടന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് പ്രിയ ഇതൊക്കെ സംഭവിച്ചത്. നീ ഒന്ന് മനസ്സിലാക്കുക. മര്യാദക്ക് പൊക്കോ, അടുത്തേക്ക് വന്ന കൊന്നുകളെ നിന്നെ. വണ്ടി എടുക്കടാ. വന്ന് പെട്ടുപോയല്ലട ചക്ക നീ. കണ്ടോടാ, കാണ്. നിന്റെ മരണത്തിന്റെ വാറോലയും കൊണ്ടുവന്ന കാലനെ കാണ്. എന്നോട് എതിർത്ത് എന്റെ അനിയന്മാരെയും കൊന്ന് എന്റെ മേൽ കൈവച്ച് ഇവിടെയുള്ള എന്റെ വിലയും കളഞ്ഞു നീ. ആദ്യം നീ ആരെന്ന് പറടാ. നിനക്ക് എന്നോടുള്ള ശത്രുത എന്താ? എൻ്റെ ശത്രുവിനെ കൊല്ലാമെന്ന് നീ വാക്ക് തന്ന ഞാൻ നിന്റെ ശത്രുവിനെ കൊല്ലും. കൊള്ളാം, മനോഹരം. ഒരു എക്സ്ചേഞ്ച് പ്രതികാരം. പക്ഷേ എന്റെ പേര് ലാലപ്പാന്ന. ആ പേര് കേട്ട ഈ കടലിലെ തിരകൾ പോലും നിശ്ചലാവും. എന്നിട്ട് നീ അടിക്കടാ. അടിക്കടാ. ഏട്ടാ, നീ ചെയ്തതാണ് കറക്റ്റ് രുദ്ര. സോറി ഫോർ മിസ്അണ്ടർസ്റ്റാൻഡിങ്.
ഇറ്റ്സ് ഓക്കെ പ്രിയ.